കാടിൻ്റെ വന്യതയും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേരുന്നൊരിടം. വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനം, അതും തികച്ചും സൗജന്യമായി. അതാണ് ഇടുക്കിയിലെ പെരിയാർ ടൈഗർ റിസർവിൽ നിന്നും 14 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിച്ചെന്നെത്തുന്ന മംഗളാദേവി ടെമ്പിൾ. രാവിലെ 6 മണിക്കാണ് ഇവിടെ പ്രവേശനം തുടങ്ങുക. എങ്കിലും പുലർച്ചെ 4 മണിക്ക് മുമ്പ് തന്നെ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് തുടങ്ങും. 3 രീതിയിലാണ് മംഗളാദേവിയിലേക്ക് എത്താൻ പറ്റുക. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാസ് കിട്ടിയിട്ടുള്ള ജീപ്പ് പോലുള്ള വാഹനങ്ങളിലും, അതല്ലാതെ കുമളിയിൽ നിന്ന് 12 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്നും, അതല്ലാതെ തമിഴ്നാട്ടിലെ പാക്കിയാങ്കുടി എന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്ററോളം നടന്നും ഇവിടേക്ക് എത്തിച്ചേരാം. ഇവിടേക്കുള്ള ട്രിപ്പ് ജീപ്പ് സർവീസ് ആരംഭിക്കുന്നത് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. പുലർച്ചെ മുതൽ തന്നെ ജീപ്പിൽ കയറിപ്പറ്റാനുള്ള നീണ്ട ക്യൂ ആയിരിക്കും. ഒരുപാട് സമയം നിന്നാൽ മാത്രമേ ജീപ്പിൽ കയറാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് സ്പെഷ്യൽ പാസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജീപ്പ് കിട്ടി. എൻട്രി പാസ് കിട്ടിയിട്ടുള്ള ജീപ്പുകൾ നമുക്ക് ടാക്സി വിളിച്ചു പോകുന്നത് പോലെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. ഏറ്റവും നല്ല കാഴ്ചകൾ കിട്ടണമെങ്കിൽ തലേ ദിവസം ഇവിടെ എത്തി മുൻകൂട്ടി ജീപ്പ് ബുക്ക് ചെയ്ത് ഏറ്റവും നേരത്തെ കാട്ടിലേക്ക് കയറി പോകുന്നതാണ് നല്ലത്. നിങ്ങളുടേതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ജീപ്പിൽ പോകുന്നതാണ് നല്ലത്. കാരണം വൺ സൈഡ് പോകുന്നതിന് ട്രിപ്പ് ജീപ്പിന് 150 രൂപ മാത്രമേ ചാർജ് വരുള്ളൂ. കാട്ടിലേക്ക് കയറുന്നിടത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. എല്ലാവരും ഇവിടെ ഇറങ്ങണം. നമ്മുടെ ബാഗും ശരീരവും പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ കാട്ടിലേക്ക് കയറ്റി വിടുള്ളൂ. പ്ലാസ്റ്റിക് ബോട്ടിൽ, ഫുഡ് പാക്കറ്റുകൾ, ലഹരി വസ്തുക്കൾ, മാച്ച് ബോക്സ് മുതലായ ഒരു വസ്തുക്കളും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഭക്ഷ്യവസ്തുക്കൾ പേപ്പറിൽ പൊതിഞ്ഞ് വേണം ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. വഴിയിൽ ഒരുപാട് പേർ നടന്നു പോകുന്നത് കാണാം. ആരോഗ്യമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. വഴിയിൽ പല സ്ഥലങ്ങളിലായി കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതും തികച്ചും സൗജന്യമാണ്. മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലായതിനാൽ 2 സംസ്ഥാനങ്ങളുടെയും ഇടയിൽ ഇതൊരു തർക്ക വിഷയമാണ്. 1980കളിൽ തമിഴ്നാട് ക്ഷേത്രം അവരുടേതാണെന്ന് അവകാശമുന്നയിച്ചിരുന്നു. 1979കളിൽ അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MGR ഇവിടെ ഒരു ഹെലിപാഡ് നിർമ്മിക്കാൻ ശ്രമിച്ചെങ്കിലും കേരളം അതിന് സമ്മതിച്ചില്ല. അതുപോലെ കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ ശ്രമിച്ചെങ്കിലും തർക്കം കാരണം അതും നടന്നില്ല. ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം 2 സംസ്ഥാനങ്ങളും ഒന്നു ചേർന്നാണ് ഉത്സവവും ആരാധനയും നടത്തുന്നത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെയും തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെയും കലക്ടർമാർ കൂടിച്ചേർന്നാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. 2 സംസ്ഥാനങ്ങളിലെയും ഒരുപാട് പോലീസ് ഓഫീസേഴ്സും മറ്റു ഉദ്യോഗസ്ഥരും ഈ ദിവസം ഇവിടെ ഡ്യൂട്ടിക്ക് എത്താറുണ്ട്. വാഹനങ്ങൾ പോകുന്നത് കൊണ്ടുള്ള പൊടിശല്യം രൂക്ഷമാണ്. ഇതിനെന്തെങ്കിലും മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. വാഹനങ്ങളിൽ പോകുന്നവർക്ക് തന്നെ പൊടി സഹിക്കാൻ കഴിയുന്നില്ല. ആസ്തമ, ശ്വാസമുട്ടൽ പോലുള്ള രോഗങ്ങളുള്ളവർ അതിനുള്ള മുൻകരുതലെടുത്ത് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാവൂ. തമിഴ്നാട് ഭാഗത്തൂടെ വരുന്നവർക്ക് ഇത്രയും പൊടിശല്യം ഉണ്ടാവില്ല. ആ വഴിയിലൂടെ വാഹനങ്ങൾ വരാത്തതാണ് കാര്യം. എങ്കിലും ആ വഴിയിൽ ഒരുപാട് കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളുമുണ്ട്.
സമുദ്രനിരപ്പിൽ നിന്ന് 1337 മീറ്റർ അഥവാ 4382 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള യാത്രയിൽ നമ്മൾ കാണുന്നതൊക്കെയും മനോഹരമായ കാഴ്ചകളാണ്. ക്ഷേത്രത്തിനടുത്ത് നിന്ന് നോക്കിയാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇവിടെ ഒന്ന് വരാൻ ശ്രമിക്കണം. ചെറിയ ബഡ്ജറ്റിൽ ഇവിടെ വന്നു പോകാൻ സാധിക്കും. കോട്ടയത്തോ മറ്റോ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം കുമളിയിലേക്ക് ബസ് പിടിക്കുക, അവിടെ നിന്ന് ട്രിപ്പ് ജീപ്പിൽ കയറുക. ഇത് നമ്മളെ താത്ത, നമ്മളെ വണ്ടിയുടെ സാരഥി, പേര് പറയും മുരുകൻ. നമുക്ക് ரொம்ப വേണ്ടപ്പെട്ട ആള്. ഇനി നമ്മൾ കമ്പം തേനിയിൽ വരും, മുരുകണ്ണൻ്റെ അടുത്ത് വരും. ഓക്കെ. പ്രവേശനം അനുവദിക്കപ്പെട്ട ചിത്രാപൗർണമി ദിവസം 10,000-കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പുകൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളുമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കയറി ചെല്ലുന്നിടത്ത് തന്നെ കൗണ്ടറുകൾ കാണാം. ഇവിടെ ആംബുലൻസും മെഡിക്കൽ സൗകര്യങ്ങളും ലഭിക്കും. ക്ഷേത്രത്തിനടുത്തെത്തിക്കഴിഞ്ഞാൽ വിവിധ സംഘടനകൾ ഭക്തർക്ക് വേണ്ടി വളരെ രുചികരമായ ഭക്ഷണങ്ങൾ ഇവിടെ സൗജന്യമായി വിതരണം ചെയ്യുന്നത് കാണാം. തമിഴ്നാട് രീതിയിലുള്ള ടൊമാറ്റോ റൈസും ലെമൺ റൈസും അതിനോടൊപ്പം കടുമാങ്ങ കറിയും അതീവ രുചികരമായ ഭക്ഷണമാണിത്. അതോടൊപ്പം ഭക്തരുണ്ടാക്കുന്ന രുചികരമായ പായസവും നമുക്ക് കഴിക്കാൻ കിട്ടും. ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രമാണ് കണ്ണകിയുടെ വിഗ്രഹം ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ തേനിയിലെ കമ്പം എന്ന സ്ഥലത്താണ് ഈ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അധിക ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. ബുദ്ധമതത്തിൻ്റെ വ്യാപനമാണ് ക്ഷേത്രത്തിൻ്റെ തകർച്ചയ്ക്കൊരു കാരണമെന്ന് പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശിലാലിഖിതങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഇതിൻ്റെ പരിസരത്ത് ചിതറിക്കിടക്കുന്നത് കാണാം. തമിഴ് ഇതിഹാസം ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. പൂഞ്ഞാർ ദേശത്ത് കപ്പൽ ക്യാപ്റ്റനും വ്യാപാരിയുമായ മനായകൻ്റെ മകളാണ്. കോവലനെയാണ് കണ്ണകി വിവാഹം ചെയ്തത്. മധുരയിൽ കച്ചവടം ചെയ്തു വരവേ കോവലൻ മാധവി എന്ന നർത്തകിയുമായി ഇഷ്ടത്തിലാവുകയും തൻ്റെ സമ്പാദ്യമെല്ലാം മാധവിക്ക് വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ കോവലൻ കണ്ണകിയുടെ അടുത്തെത്തി എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നു. എല്ലാം ക്ഷമിച്ച കണ്ണകി കോവലന് തൻ്റെ ചിലങ്ക വിൽക്കാൻ നൽകുന്നു. ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വീണ്ടും കച്ചവടം ചെയ്ത് തൻ്റെ നഷ്ടപ്പെട്ട സമ്പത്തെല്ലാം വീണ്ടെടുക്കാമെന്ന് പറയുന്നു. മധുരയിലെത്തി ഈ ചിലങ്ക വിൽക്കാൻ ശ്രമിക്കവേ രാജഭടന്മാർ ഇത് രാജ്ഞിയുടെ മോഷണം പോയ ചിലങ്കയാണെന്ന് പറഞ്ഞ് കോവലനെ രാജാവിൻ്റെ മുന്നിലെത്തിക്കുന്നു. വലിയ വിചാരണയൊന്നും കൂടാതെ രാജാവ് കോവലന് വധശിക്ഷ വിധിക്കുന്നു. കോവലൻ കൊല്ലപ്പെട്ടതറിഞ്ഞ കണ്ണകി മധുര രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നു. മധുര നഗരം കത്തിച്ചാമ്പലാവട്ടെ എന്ന് ശപിച്ച കണ്ണകി അവിടം വിട്ടുപോകുന്നു. ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പിൽക്കാല രാജാവായ ചേരൻ ചെങ്കുട്ടവനാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മധുരാജനങ്ങളുടെ ശാപമോക്ഷത്തിന് വേണ്ടിയാണ് ചേരൻ ചെങ്കുട്ടവൻ ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വൈകുന്നേരമാവുന്നതോടെ എല്ലാവരും നിർബന്ധമായും ഇവിടം വിട്ടു പോകണം. അതോടെ അടുത്ത വർഷം ഈ ദിവസം വരെ വിജനമായ കാടിനുള്ളിൽ ആളും ആരവവുമില്ലാതെ ഈ ക്ഷേത്രം മാത്രം ബാക്കിയാവും. ഇവിടുന്ന് തിരിച്ചിറങ്ങാൻ വാഹനം കിട്ടാൻ പ്രയാസമായിരിക്കും. ഇങ്ങോട്ട് നടന്നു വന്നവരെല്ലാം തിരിച്ച് വാഹനങ്ങളിലായിരിക്കും പോകുന്നത്. അതുപോലെ പുലർച്ചെ വന്നവർ മുതൽ എല്ലാവരും ഒരേ സമയത്തായിരിക്കും തിരിച്ചിറങ്ങുന്നത്. ഇവിടെയാണെങ്കിൽ വരി നിർത്താനോ തിരക്ക് നിയന്ത്രിക്കാനോ ആരുമൊന്നും ഉണ്ടാവില്ല. വാഹനം വേണമെന്ന് നിർബന്ധമുള്ളവർ എത്രയും വേഗം തിരിച്ചു പോകുന്നത് നല്ലതായിരിക്കും. വൈകുന്തോറും വണ്ടി കിട്ടാനുള്ള ചാൻസ് കുറയും. ഇനിയും വേറെ സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.